ഒരുപാട് നേരം സംസാരിക്കുന്ന അധ്യാപകർക്കും ഒച്ചത്തിൽ നിലവിളിച്ച് കരയുന്ന കുട്ടികൾക്കുമൊക്കെ വോക്കൽ നൊഡ്യൂൾ എന്ന പ്രശ്നമാണ് ഈ ശബ്ദ വ്യത്യാസം ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. വോക്കൽ നൊഡ്യൂൾ എന്തുകൊണ്ടുണ്ടാവുന്നു, ഇത് വന്നാൽ എങ്ങനെയാണ് ചികിത്സ എടുക്കേണ്ടത്, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ. ഇനി ഈ വോക്കൽ നൊഡ്യൂൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, വോക്കൽ നൊഡ്യൂൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കഴിഞ്ഞ ആഴ്ച സ്വനപേടകത്തിൻ്റെ ഒരു അനാറ്റമി വളരെ റഫായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ശബ്ദമുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ശ്വാസകോശമാണെന്നും ഇത് വോക്കൽ ഫോൾഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ശബ്ദമുണ്ടാകുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇവിടെ നിന്നാണ് ഈ ശബ്ദം ജനറേറ്റ് ചെയ്യിപ്പിക്കപ്പെടുന്നത്. വോയിസ് ജനറേറ്റർ ആരാണ്? നമ്മളെ ശ്വാസകോശം. ഇവിടെ നിന്ന് വരുന്ന വായു പുറന്തള്ളപ്പെടുന്ന ഫോഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ശബ്ദം നിർണ്ണയിക്കപ്പെടുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വൈബ്രേറ്റർ. ഇവിടെ നിന്ന് വരുന്ന വായുവിനെ നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ വരുന്ന പഫ് പോലെ വോക്കൽ ഫോൾഡ് വൈബ്രേറ്റ് ചെയ്യാണ്. ഒരു സെക്കൻഡിൽ ഒരുപാട് തവണ നിരന്തരം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വൈബ്രേറ്റർ പ്രധാനമാണ്. ഇനി ഈ വൈബ്രേറ്ററിന്റെ മുകളിലേക്ക് ഈ ശബ്ദം വരുമ്പോൾ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലും തൊണ്ടയുടെ ഉള്ളിലുമൊക്കെ ഇത് റെസനേറ്റ് ചെയ്യിപ്പിക്കപ്പെടുന്നുണ്ട്. നാക്ക്, ചുണ്ട്, നമ്മുടെ അണ്ണാക്ക്, ഇതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതാണ് റെസനേറ്റേഴ്സ്. 3 കാര്യങ്ങളാണ് നമ്മളൊരു ശബ്ദ വ്യത്യാസത്തെ പറ്റി ഡീൽ ചെയ്യുമ്പോൾ ഈ ശബ്ദത്തിലുള്ള വ്യത്യാസം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളും നന്നാവണം. ജനറേറ്ററിന് വേണ്ടത്ര ഫോഴ്സ് ഉണ്ടാവണം, വൈബ്രേറ്റർ നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വൈബ്രേറ്റ് ചെയ്യണം, പിന്നെ വായുടെ ഉള്ളിലും മൂക്കിലൂടെയും ഒക്കെ ഇത് നല്ലവണ്ണം തന്നെ റെസനേറ്റ് ചെയ്താലേ വളരെ കൃത്യമായിട്ട് സ്ഫുടമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ വോക്കൽ നൊഡ്യൂള് വരുന്നതിന് മുമ്പ് ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം. ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് കൂടുതലായിട്ട് ലോഡ് കൊടുക്കുമ്പോഴാണ് ഈ ശബ്ദ വ്യത്യാസം ഉണ്ടാകുന്നത്. അതാണ് ആദ്യത്തേത്, വോക്കൽ അബ്യൂസ് അല്ലെങ്കിൽ മിസ്യൂസ്. പിന്നെയുള്ളത് ഈ വോക്കൽ ഫോൾഡിന് ഇത് വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാം, ലോഡ് കൊടുക്കാതിരിക്കാം. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഫോഴ്സ് കൊടുത്ത് അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്ന രീതിയിലും നമുക്ക് ഈ വോയിസ് ബോക്സിനെ പ്രവർത്തിപ്പിക്കാം. പിന്നെയുള്ളത് വോക്കൽ ഹൈജീൻ, ശബ്ദ ശുചിത്വം. ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആകുമ്പോഴാണ് വോക്കൽ നൊഡ്യൂളുകളും വോക്കൽ ഫോൾഡിനുണ്ടാവുന്ന മറ്റു സിസ്റ്റും പോളിപ്പും ഒക്കെ വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തേത്, എങ്ങനെയാണ് ഈ വോക്കൽ ഫോൾഡിൻ്റെ എക്സസീവ് ലോഡ് കുറയ്ക്കേണ്ടത്? അതിനുവേണ്ടി നമ്മുടെ വോയിസ് ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റർ വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ശക്തി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ MPDയുടെ പ്രസക്തി, മാക്സിമം ഫോണേഷൻ ഡ്യൂറേഷൻ. എങ്ങനെ ഒരാളുടെ MPD നമുക്ക് മനസ്സിലാക്കാം? ഇതിന് പ്രധാനമായും ചെയ്യേണ്ടത് ആദ്യം ഒന്ന് റിലാക്സ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് തൊണ്ടയൊന്നും ഡ്രൈ ആവാത്ത രീതിയിൽ ഇരിക്കുക. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നതായിരിക്കും സാധാരണ നന്നാവുക. മൂക്കിലൂടെ ഒന്ന് ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ തന്നെ ഒന്ന് എക്സേൽ ചെയ്യാം. പിന്നെ സെക്കൻഡ് ടൈം മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ഒന്ന് എക്സേൽ ചെയ്യാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത ശേഷം മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വവൽ നീട്ടി പറയുക. എത്രത്തോളം സമയം ഇത് ബ്രേക്ക് ആവാതെ പറയാൻ സാധിക്കുമോ അതാണ് ഒരാളുടെ മാക്സിമം ഫോണേഷൻ ഡ്യൂറേഷൻ. അപ്പോൾ എൻ്റെ MPD നമുക്കൊന്ന് നോക്കി നോക്കാം. ശ്വാസം എടുത്തിട്ട് ആ എന്നുള്ള വവലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ. നമുക്ക് എത്ര നേരം തൊണ്ടയ്ക്കും വോക്കൽ ഫോൾഡിനും സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ ഇത് പറയാൻ പറ്റുമോ അതാണ് MPD. സാധാരണ ഒരാളുടെ MPD ഒരു 12 സെക്കൻഡിൻ്റെയും 15 സെക്കൻഡിൻ്റെയും ഇടയിലായിരിക്കും. പാട്ടുകാരൊക്കെ ആണെങ്കിൽ ഇതൊരു 20 സെക്കൻഡിനടുത്ത് വരും. എന്നാൽ ഈ വോക്കൽ ഫോൾഡിന് അമിതമായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഒരു 7-8 സെക്കൻഡേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ എക്സസൈസ് നമ്മുടെ MPD കൂട്ടാനുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു വവൽ, ആനോ ഈനോ ഐനോ ഏതെങ്കിലും ഒരു വവൽ സൗണ്ട് ഇതേപോലെ രാവിലെയും വൈകിട്ടും ഒരുപാട് സമയം ശ്വാസം എടുത്ത ശേഷം പ്രാക്ടീസ് ചെയ്യാം.
അപ്പോൾ ഓരോ തവണ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും ഈ MPD കൂടിക്കൂടി വരും. MPD കൂടുന്നതനുസരിച്ച് ശ്വാസകോശത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യിപ്പിക്കപ്പെടുന്ന എയറിൻ്റെ ഫോഴ്സ് കൂടും. ഇതാണ് ഈ വോക്കൽ ഫോൾഡിന് അധികം ലോഡ് കൊടുക്കാതിരിക്കാനുള്ള ഒരു വഴി. പിന്നെ അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വായ തുറന്ന് സംസാരിക്കുക. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വായ അധികം തുറക്കാതെ ചുണ്ട് കൊടിച്ച് സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് വോക്കൽ ഫോൾഡിന് തെറ്റായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് വാ തുറന്ന് സംസാരിക്കുക. പ്രത്യേകിച്ചും 2 പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഒരു വിരലിൻ്റെ ബ്രെഡ്ത്തെങ്കിലും ആവാൻ ശ്രദ്ധിക്കുക. ഇത് ഒരു കാര്യം. പിന്നെയുള്ളത്, സംസാരിക്കുമ്പോൾ വളരെ വേഗത്തിൽ സംസാരിക്കാതെ സ്പീഡ് കുറച്ച് വളരെ സ്ഫുടമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതും വോക്കൽ ഫോൾഡിൻ്റെ ഡിമാൻഡ് കുറയ്ക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും വോക്കൽ നോഡ്യൂൾസ് വരാതിരിക്കാൻ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ശബ്ദ ശുചിത്വം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധാരാളം വെള്ളം കുടിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക. ത്രോട്ട് എപ്പോഴും ഒരു നനവുണ്ടായിരിക്കുക. അപ്പോൾ ബാത്റൂം സിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമെങ്കിലും ഇത് തൊണ്ടയ്ക്കും വോക്കൽ ഫോൾഡിനും ഒക്കെ വളരെ നല്ലൊരു എക്സസൈസാണ്. ബാത്റൂം എന്നൊക്കെ പറയുമ്പോൾ ഈർപ്പം കൂടുതലുള്ള സ്ഥലമാണ്. ഇതെപ്പോഴും നമ്മുടെ വോക്കൽ ഫോൾഡിലും ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ വാ തുറന്ന് ശ്വാസം എടുത്തുകൊണ്ട് ബാത്റൂമിൽ കുളിക്കുന്നതും വോക്കൽ ഫോൾഡിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെയുള്ളത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കുക. കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. ഓരോ നേരവും ഭക്ഷണം കഴിച്ചിട്ട് രാത്രി പ്രത്യേകിച്ചും ഒരു 1.5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് എടുത്ത ശേഷം മാത്രമേ ഫ്ലാറ്റ് ആയിട്ട് കിടക്കാവൂ. ഇതാണ് അസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീക്കം. പിന്നെയുള്ളത് പുകവലി ശീലം, മദ്യപാനം, മറ്റുള്ള അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളൊക്കെ കഴിയുന്നതും ഇതിലൊന്നും പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശബ്ദ ശുചിത്വത്തെ നന്നാക്കും. ഇനിയുള്ളത്, വോക്കൽ നൊഡ്യൂൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? കഴിയുന്നതും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരു 40-45 കുട്ടികളെക്കാൾ അധികമുള്ള ക്ലാസ്സുകളിൽ ഒരു പേഴ്സണൽ മൈക്രോഫോൺ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ ഒരു ഓഡിയോ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ മൈക്ക് ഉപയോഗിക്കാം. ക്ലാസ് റൂമുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള ഭിത്തികൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എടുക്കേണ്ടി വരുന്ന വോയിസ് കുറവായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളും സ്കൂൾ അധികൃതർക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വോക്കൽ നോഡ്യൂൾസ് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വോയിസ് തെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റ്. MPD കൂട്ടാനുള്ള എക്സസൈസസുകൾ, കഴുത്തിൻ്റെ മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ലെറിഞ്ചൽ റിലാക്സേഷൻ എക്സസൈസ്, പിന്നെ മറ്റു ബ്രീത്തിങ് എക്സസൈസസ്, യോഗ തുടങ്ങിയവയൊക്കെ വോക്കൽ നൊഡ്യൂളിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സഹായകമാണ്. ഇതോടൊപ്പം ചില അവസരങ്ങളിൽ വളരെ റെയറായിട്ട് മൈക്രോ ലെറിഞ്ചൽ സർജറി കൂടി ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ടീച്ചേഴ്സിനും ഒച്ചത്തിൽ സംസാരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.